ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഷാജിദ ഷാജിയുടെ ഏറ്റവും ലേറ്റസ്റ്റായ ഒരു റീൽസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ റീൽസിൽ കാണുന്ന ആളെ തീർച്ചയായിട്ടും ഷാജിദ ഷാജിയുമായി ബന്ധപ്പെട്ട വീഡിയോ കാണുന്ന എല്ലാവർക്കും പരിചയമുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും അത് ആളാരാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷാജിദ ഷാജി പറയുന്നുണ്ട്, കുട്ടികളെ എവിടെ കൊണ്ടുപോയില്ലേ എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഷാജിദ ഷാജി പറയുന്ന മറുപടി നമുക്ക് ആദ്യമായി അതൊന്ന് കേൾക്കാം. കാര്യം പറയാന്ന് വെച്ചാൽ എല്ലാവരും ചോദിക്കുന്നു, കുട്ടികളെ കൊണ്ടില്ലേ, കുട്ടികൾ എന്തേ നിങ്ങൾ എന്റെ സ്റ്റോറി റീൽസ് ഒന്നും കണ്ടില്ലേ? 2 ദിവസം മക്കളുടെ പെരുന്നാളുടെ ആ ടൈമിൽ കോഴിക്കോട് ഫുള്ള് കറങ്ങിയതും കാര്യങ്ങളും കണ്ടില്ലേ? എന്റെ മക്കൾക്ക് ശനി ഞായർ ലീവ് ഉള്ളു. എന്റെ മക്കൾക്ക് തിങ്കളാഴ്ച മുതൽ സ്കൂളുണ്ട്. +1 10ാം ക്ലാസ് വേറെയുള്ള പഠിക്കുന്ന മക്കളാണ്. എനിക്ക് അവരെ കൊണ്ട് നടന്നിട്ട് പണി വർക്ക് ചെയ്യില്ല, എല്ലാം എന്റെ പണി. പിന്നെ അല്ല, നിങ്ങളുടെ കൂടെ യൂട്യൂബേഴ്സിന്റെ കൂടെ നിങ്ങൾ വേറെ ആരുടെ കൂടെ ക്യാമറമാന് മാനേജേഴ്സിന് വേറെ ആരെയും നിങ്ങൾ കണ്ടിട്ടില്ലേ? അതെന്താ ഞാൻ ഭർത്താക്കന്മാരും മരിച്ചവർക്ക് മാത്രം ആരുടെ കൂടെ പോകാൻ പാടില്ലേ? ആരുടെ കൂടെ റീൽസ് എടുക്കാൻ പാടില്ലേ? ആരുടെ കൂടെ നടക്കാൻ പാടില്ലേ? അതെന്ത് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു നിങ്ങളെ? അല്ല, എനിക്ക് അറിയാണ്ട് ചോദിക്കുന്നു, കുട്ടികളെ കൊണ്ടുപോയില്ലേ? കുട്ടികളെ എന്താ കവറിലിട്ട് കൊണ്ടുപോയി? അല്ല, ഇതെന്താ ബാഗിൽ തുണിയിട്ട് കൊണ്ടുപോകണം കൊണ്ടുപോയി? എന്ത് മനുഷ്യന്മാരാണ്, എന്ത് ജനം. ഇപ്പോൾ ഷാജിദ പറയുന്ന കേട്ട് ഷാജിദ വളരെ ചൂടിലാണ്. കാരണം ഷാജിദ പറയുന്നുണ്ട്, കുട്ടികളെ ബാഗിലിട്ട് കൊണ്ടു നടക്കാൻ പറ്റുമോ എന്നാണ് ഷാജിദ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഷാജിദ പറയുന്നുണ്ട്, ഇപ്പോൾ 10ാം ക്ലാസ്സിലും +1 ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്. സ്കൂൾ തുറന്നത് കൊണ്ട് അവർ സ്കൂളിൽ പോയതാണ് സത്യം. അത് തീർച്ചയായിട്ടും സത്യസന്ധമായ ഒരു കാര്യമാണ്. കുട്ടികളെല്ലാം സ്കൂൾ തുറന്നതുകൊണ്ട് സ്കൂളിൽ പോകുന്ന തിരക്കിലും മറ്റുമാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ ഈ കുട്ടികളെ അന്വേഷിക്കുന്നത് എന്തിനാണ് എന്ന് വെച്ചാൽ, തീർച്ചയായിട്ടും ഷാജിദക്ക് ഇപ്പോഴെങ്കിലും കാര്യങ്ങൾ മനസ്സിലായി കാണും ഞാൻ വിചാരിക്കുകയാണ്. ഷാജിദ പറയുന്നുണ്ട്, ഞാൻ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം 1 മാസം കൊണ്ട് തന്നെ 1,00,000 സബ്സ്ക്രൈബർ അടിച്ചു. നിങ്ങൾക്കാർക്കെങ്കിലും അത് സാധിക്കുമോ, അത് കാണിച്ചു തരുമോ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ഒരുപാട് വീഡിയോ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ ഷാജിദയോട് പറയാനുള്ളത്, ആ 5 മക്കളെ ആലോചിച്ചിട്ട് ആ 5 മക്കളോടുള്ള ഇഷ്ടം കൊണ്ടാണ് മലയാളി സമൂഹം നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത്. അല്ലാതെ നിങ്ങളോടുള്ള ഒരു ഇഷ്ടം കൊണ്ടോ അല്ലെ നിങ്ങളുടെ ഒരു കഴിവ് കണ്ടിട്ടോ ഒന്നുമല്ല. ഉപ്പയില്ലാത്ത 5 മക്കളുടെ കാര്യം ആലോചിച്ചിട്ട് താങ്കളോടുള്ള സ്നേഹം കൊണ്ടും തീർച്ചയായിട്ടും ആ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത്. പിന്നെ നിങ്ങൾ വീഡിയോ തുടങ്ങുന്ന എല്ലാ വീഡിയോയിലും നിങ്ങൾ മാർക്കറ്റിംഗ് തന്ത്രമായിട്ടാണോ അല്ലേന്ന് അറിയില്ല, തുടക്കത്തിൽ നിങ്ങൾ പറയാതെ എനിക്കും മക്കൾക്കും സുഖമാണ് എന്ന് പറയുന്ന ഒരാളാണ് താങ്കൾ. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് താങ്കളുടെ വീഡിയോ തീർച്ചയായിട്ടും താങ്കൾ ലൈവ് ഇടുന്ന സമയത്തോ റീൽസ് ചെയ്യുന്ന സമയത്തൊക്കെ അതിൻ്റെ അടിയിൽ ആൾക്കാർ വന്ന് ആദ്യം നിങ്ങളെ മക്കളെക്കുറിച്ചാണ് ചോദിക്കുക. അതിന് താങ്കൾ ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. താങ്കൾക്ക് പിന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ സുഹൃത്തുക്കളൊപ്പരവും അതുപോലെ തന്നെ കമ്പനിക്കാരൊപ്പരവും ഒന്നും പുറത്തു പോകാൻ പാടില്ലേ എന്ന് ഷാജിദ ചോദിക്കുന്നുണ്ട്. ഷാജിദക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് എവിടെയും സഞ്ചരിക്കാൻ ആരെയും പെർമിഷനൊന്നും ആവശ്യമില്ല. തീർച്ചയായിട്ടും സഞ്ചരിക്കാൻ പോകാവുന്നതാണ്. പക്ഷേ ഷാജിദ പറയുന്നുണ്ട്, വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ പോകുന്ന സമയത്ത് മാനേജർമാരും അസിസ്റ്റൻറ്റ് മാനേജർമാരും അതുപോലെ തന്നെ ക്യാമറമാനെയും കൊണ്ടല്ലേ പോവുക, എനിക്ക് മാത്രം എന്താ ഭർത്താവ് മരിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും അങ്ങനെ ഒരു നിബന്ധനയുണ്ടോ എന്നാണ് ഷാജിദ ചോദിക്കുന്നത്. അങ്ങനെ ഒരു നിബന്ധന ആർക്കും ഈ ലോകത്ത് കൽപ്പിച്ച് തന്നാലും അത് വിജയിക്കുകയില്ല. അങ്ങനെ ഒരു നിബന്ധനയും ഇല്ല. പക്ഷേ താങ്കളുടെ കൂടെ ആരെങ്കിലും കാണുമ്പോൾ സോഷ്യൽ മീഡിയക്ക് ഒരു ആകാംക്ഷയാണ്, അതാരാണ് എന്താണ് എന്നൊക്കെ അറിയാൻ. അതാണ് ആദ്യത്തെ റീൽസിൽ താങ്കൾ ഇട്ട ആളുടെ എന്തുകൊണ്ട് ആ മുഖം മറച്ചു വെച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തെ കൂടി നിങ്ങൾക്ക് എന്താക്കാമായിരുന്നു, ആ റീൽസിൽ ഇതിൽ കൊണ്ടുവന്നിട്ട് തീർച്ചയായിട്ടും പബ്ലിക്കായിട്ട് തീർച്ചയായിട്ടും ഒരു വീഡിയോ ചെയ്യാം. ഞങ്ങൾ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ കണ്ട റീൽസിലൊക്കെ എല്ലാവരും മുഖം കാണിച്ചു കൊണ്ട് സത്യസന്ധമായിട്ട് ഇടുന്ന റീൽസാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നിങ്ങൾ ഫസ്റ്റ് ഇട്ട റീൽസ് തീർച്ചയായിട്ടും നന്നായിട്ടുണ്ട്, അഭിനയമെല്ലാം സൂപ്പറാണ്. അത് താങ്കളുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണ്. താങ്കൾക്ക് റീൽസ് ഇടാം, പാട്ട് പാടാം, ഡാൻസ് കളിക്കാം, പ്രൊമോഷൻ വർക്ക് ചെയ്യാം, അതൊക്കെ ഷാജിദയുടെ ഇഷ്ടം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖം കാണിക്കാതെ ഒളിപ്പിച്ച് വെച്ച് ഷാജിദ ആ വീഡിയോ ഇട്ടപ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും, അത് ആരാണെന്നറിയാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോയുടെ ആദ്യം തന്നെ പറഞ്ഞത്, അത് ആരാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റായി എഴുതി അറിയിച്ചാൽ മതി. പക്ഷേ ഈ ആളെ മുന്നേ കണ്ട ആൾക്കാർക്ക് എത്ര പെട്ടെന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ മരണത്തെക്കുറിച്ച് ഇപ്പോൾ ഷാജിദ പറഞ്ഞൊരു വാക്ക് അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. വരും എന്നറിയില്ല, സൂക്ഷിച്ച എടാ ടി ലെസ്ന, മരണം എന്നായാലും ഒരാൾക്ക് എനിക്കും ഉണ്ട് നിനക്കും ഉണ്ട്. ഈ കമന്റ് ഇട്ട നിനക്കും ഉണ്ട് എനിക്കും ഉണ്ട്. ഞാൻ അത് കരുതി വെച്ചിട്ട് തന്നെ ജീവിക്കണത്. ഇന്നല്ലെങ്കിൽ ഞാൻ മരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരണം. ഇപ്പൊ ഈ നിമിഷം മരിക്കാനും ഞാൻ തയ്യാറാണ്, എനിക്ക് പേടിയൊന്നുമില്ല. ഓക്കെ, മരണം മുന്നേ കണ്ടിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മരണത്തിന്റെ വക്കില് 3-4 പ്രാവശ്യം പോയിട്ട് തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നീ എന്നെ മരണത്തിന്റെ പേര് പഠിപ്പിക്കണ്ട മോളായാലും മോനായാലും പഠിപ്പിക്കണ്ട. എനിക്കറിയും എന്താണ് മരണവേദന എന്ന്. ഓക്കെ, മരണവേദനയിൽ പെട്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് തിരിച്ചു വന്ന ആളാണ്.
3, 4 പ്രാവശ്യം പോയിട്ട് തിരിച്ചു വന്നാണ്. അതുകൊണ്ട് നീ എന്നെ പഠിപ്പിക്കണ്ട. മരിക്കണേ നീയും ഞാനും ഒക്കെ മരിക്കേണ്ട ആൾക്കാർ തന്നെ. അപ്പോൾ ഷാജി പറയുകയാണ്, മരണം അത് ഷാജിക്ക് പേടിയില്ലാത്തൊരു സംഭവമാണ്. എപ്പോഴും നീയും മരിക്കാം, ഞാനും മരിക്കാം. ഷാജിദയുടെ സ്നേഹപൂർവ്വം നമുക്ക് പറയാനുള്ളത്, മരണം എന്ന് പറയുന്നത് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ മരിക്കാം, ഈ പറയുന്ന സമയത്ത് ഷാജിദ ചിലപ്പോൾ മരിക്കാം. ഇതൊക്കെ പടച്ച തമ്പുരാൻ എന്നോ എഴുതി വെച്ച ഒരു നിഘണ്ടുവിൽ എഴുതി വെച്ചതുപോലെയാണ് നടക്കുക. കാരണം മരണം എന്ന് പറയുന്നത് നമ്മൾക്ക് നിർവചനീയമാണ്. അത് ഏത് സമയത്ത് ഏതൊരാൾക്കും, ഏതൊരു മനുഷ്യനും, ഏതൊരു മൃഗത്തിനും, ഈ ദുനിയാവിലുള്ള ആർക്കും മരണം സംഭവിക്കാം. അത് സത്യസന്ധമായ ഒരു കാര്യമാണ്. പക്ഷേ ഷാജിദ പറയുന്നുണ്ട്, എനിക്ക് മരണത്തെ ഭയമില്ല. പക്ഷേ മരണത്തെ നമ്മൾ ഭയക്കണം. എന്തിന്? നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളാലായിരിക്കും നാളെ ഷാജിദ നീ മരിച്ചു കഴിഞ്ഞാൽ നീ ചെയ്യുന്ന നല്ല കർമ്മങ്ങളും നീ ചെയ്യുന്ന നല്ല കാര്യങ്ങളും കൊണ്ടായിരിക്കും തീർച്ചയായിട്ടും നീ അറിയപ്പെടുക. നീ സോഷ്യൽ മീഡിയയിൽ വന്ന് നിൻ്റെ ലൈവിലോ അല്ലെങ്കിൽ നിൻ്റെ വീഡിയോക്ക് താഴെ കമൻ്റ് ഇടുന്നവരെ പൂരത്തെറിയാണ് നീ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് നാളെ നീ മരണപ്പെട്ടാലും നീ കുപ്രസിദ്ധിയിലായിരിക്കും അറിയപ്പെടുക. കാരണം അത്തരം കാര്യങ്ങളാണ് നീ ചെയ്തു കൂട്ടുന്നത്. അതുകൊണ്ട് ഈ മരണത്തെ ഭയമില്ല. ഞാൻ 3-4 പ്രാവശ്യം മരണത്തിൻ്റെ വക്കിൽ പോയി തിരിച്ചു വന്ന ആളാണ്. അതുകൊണ്ട് മരണത്തിൻ്റെ വേദന എനിക്കറിയാമെന്നേ പറയുന്നത്. അതൊക്കെ പൊയ്യാണ്, വെറുതെ പറയുന്നൊരു കാര്യമാണ്. നീ മരണത്തിൻ്റെ ശരിക്കുള്ള വേദന എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നീ അത്തരം ഒരു വൃത്തികേടായിട്ട് ചെയ്യുകയും ചെയ്യില്ല. തീർച്ചയായിട്ടും നീ നല്ല വിശ്വാസിയാണെങ്കിൽ യാതൊരു കാരണവശാലും അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് നാളെ മരിച്ചു കഴിഞ്ഞാൽ മഹ്ശറയിൽ എന്ത് ശിക്ഷയാണ് കിട്ടുക എന്ന് തീർച്ചയായിട്ടും അറിവുള്ള ഒരാളാണ് നീയെങ്കിൽ നീ അത് ചെയ്യില്ല. എന്ത് പ്രയാസങ്ങളും എന്ത് വിഷമങ്ങളും എന്ത് കുറ്റങ്ങളും നമുക്ക് ഈ ദുനിയാവിൽ വന്നാലും തീർച്ചയായിട്ടും അതെല്ലാം നമുക്ക് പടച്ചവൻ തരുന്ന പരീക്ഷണമാണെന്ന് കരുതി നമ്മൾ അതിനെ ക്ഷമിച്ച് മുന്നോട്ട് പോകുന്ന ആളാണ് ഒരു യഥാർത്ഥ മുസ്ലിം, ഒരു യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും താങ്കളും ആ ഒരു മതത്തിൽ തുടരുന്ന ആളാണ്, അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ ധാർമ്മിക മൂല്യങ്ങളും ഉൾക്കൊള്ളുന്ന ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾ അത് ചെയ്യാൻ വേണ്ടി പാടില്ലായിരുന്നു. അത് 1, 2, 3 വട്ടം താങ്കൾ തെറ്റിച്ചപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷയും താങ്കൾ തന്നെ വാങ്ങേണ്ടതായി വരും. അതുപോലെ തന്നെ മരണത്തെ ഭയമില്ല, ഞാനങ്ങ് മരിച്ചു പോകും, നിങ്ങളെല്ലാവരും മരിച്ചു പോകുമെന്നും പറഞ്ഞ് അതിനെ വളരെ ഹാസ്യരൂപേണ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവച്ചിടേണ്ട യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു എന്നാണ് ഷാജിദയോട് സ്നേഹം നമുക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ ഈ വീഡിയോൻ്റെ ആദ്യം പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഒരു കമൻറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് താഴെ എഴുതി അറിയിക്കണം. ആ റീൽസിൽ കണ്ട ആളെ എവിടെയെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പേര് സഹിതം നിങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.